നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഇതുപോലെ ഒരു മരുന്നിൻ്റെ ബോക്സ്, ഒരുപാട് മരുന്നുകളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഉപയോഗിക്കാത്തതും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചില്ല. പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗിക്കാം എന്ന് കരുതിയിട്ടും പിന്നെ ഡോക്ടർ പറഞ്ഞിട്ട് മരുന്ന് ഉപയോഗിച്ച് പകുതി നിർത്തുന്നതുമായിട്ടുള്ള ഒരുപാട് മരുന്നുകളുണ്ടായിരിക്കും. ഈ മരുന്നുകളൊക്കെ എന്തിനാണ്? ഈ മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റുമോ? ഈ മരുന്നുകൾ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരിക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കില്ല. ഇനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വ്യക്തമായി അറിയാതെ എന്തെങ്കിലും കാണിച്ചുകൊണ്ട് ഉപയോഗിക്കുകയും ചെയ്യും. അത് മറ്റു അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള മരുന്നുകളുടെ ലിസ്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു തരാം. എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ വീട്ടിൽ ഇത്തരം മരുന്നുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സംശയാസ്പദമായിട്ട് വല്ല മരുന്നുകൾ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സംശയം ദൂരീകരിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ ID എൻ്റർ ചെയ്യും. ഒന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്യുക. നിങ്ങളൊരു ഫാർമസി ഡോക്ടർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും ത്രൂ വാട്സപ്പ് മുഖാന്തരം മാത്രമായിരിക്കും കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള മരുന്നിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു കൊടുക്കുക. പ്ലസ് നിങ്ങളുടെ സംശയം ആ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ആ മരുന്ന് എന്തിനുള്ളതാണ് എന്നുള്ളത് പറയും. ഇപ്പോൾ സ്വാഭാവികം പറയുമ്പോൾ ഈ ഒരു കുപ്പി മരുന്ന് ഇത് ഡുഫാലക് എന്ന് വരുന്നവർക്ക് അറിയാം, ഇത് ഒരുവിധം ആളുകൾക്ക് അറിയാം, ഇത് ശോധനക്ക് വയറ്റുന്ന മലബന്ധം ബുദ്ധിമുട്ടുള്ള സമയത്ത് ഉപയോഗിക്കേണ്ട മരുന്നാണ്. അപ്പോൾ ഈ മരുന്നിന് തന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് 2 വയസ്സായ കുട്ടിയുണ്ട്, കുട്ടിക്ക് കൊടുക്കാൻ പറ്റും, സംശയം ഉണ്ടായിരിക്കും. രണ്ടാമതായിട്ട് ഇത് മലബന്ധമാകുന്ന സമയത്ത് എത്രയാണ് കൊടുക്കേണ്ടത്? ഓക്കെ, ഇനി ഇത് രണ്ടാമത് ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ എത്ര കാലം എടുത്ത് വെക്കാൻ വേണ്ടി പറ്റും? സോ നിങ്ങളുടെ വീട്ടിലുള്ള ഉപയോഗശൂന്യമായി കിടക്കുന്ന മരുന്നുകളെല്ലാം തന്നെ ഉപയോഗിക്കാൻ പറ്റണം. ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ആക്ച്വലി ഇത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ആളുകൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സ്പയർ ആയ മരുന്നുകൾ എന്ത് ചെയ്യണമെന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്ത് പറഞ്ഞുതരാം. അതിന് വേറെ പ്രൊജക്റ്റ് നമുക്കുണ്ട്, അത് ഉഷാറാക്കാം. താങ്ക് യു.